മുസ്ലിം ജിഹാദികളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പെങ്ങന്മാരെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യു.പിയിൽ ആയുധങ്ങൾ വിതരണം ചെയ്യാണ് ഹിന്ദുക്കളുടെ വീട്ടിലോട്ട്. ഏതോ ഒരു ചാണകത്തിട്ടങ്ങളാണ് കൊടുക്കുന്നത്. വീഡിയോ ഒന്ന് കണ്ടു. अपनी बहन बेटी की सुरक्षा के लिए अगर बांग्लादेश जैसी स्थिति पैदा होती है तो मुल्लाओं को सुरक्षा है, विधर्मियों को अपनी सुरक्षा है। तो जय श्री राम, जय श्री राम। यहाँ पे അല്ല തീട്ടങ്ങളെ, നിങ്ങളോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഇതിപ്പം ഈ മുസ്ലിം ജിഹാദികൾ നിങ്ങളുടെ പെങ്ങന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയൊക്കെ എന്തെങ്കിലും ചെയ്യും, അവരുടെ തല വെട്ടാനാണല്ലോ നിങ്ങൾ വാള് കൊടുത്തത്. ഇതേ സ്ഥാനത്തെ നിങ്ങൾ ഈ പറഞ്ഞ മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ള പെൺകുട്ടികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ നിങ്ങളുടെ സുന വെട്ടാനുള്ള ഒരു കത്തിയും കൂടെ കൊടുക്കായിരുന്നു കേട്ടോ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക്, അല്ലേ? അല്ലെ, അതല്ല അതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുപ്പെടുപ്പാണല്ലോ അല്ലേ? അത് അതിൻ്റെ ഒരു തത്വം തന്നെ അങ്ങനെയുള്ളൂ. അതൊന്നുമില്ല അല്ലേ? ഇതാണ് അവസ്ഥ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഹിന്ദു രക്ഷാദൾ എന്ന സംഘടനയാണ് പരസ്യമായിട്ട് വാളുകൾ വിതരണം ചെയ്തത്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ മാത്രമല്ല, വീടുകളിൽ കയറി വാള് കൊടുത്തു ജയ ശ്രീരാം വിളിച്ച് ശ്രീരാമൻ ഉറക്കല്ലാണ്ടായിട്ടുണ്ട്. പിടിച്ചാലും പിടിച്ചിട്ടില്ലെങ്കിലും ഒക്കെ രാമനാണ്. രാമനതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? എന്താണെങ്കിലും വേണ്ടില്ല. രാമൻ അവിടെ കയറി കൊടുത്തു. അത് മാത്രമല്ലാത്ത യു.പിയിലെ ഗാസിയാബാദിലെ തെരുവുകളിൽ വാളുകളും മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിരത്തി വെച്ചിട്ട് ഇവന്മാർ വിൽപ്പനയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യം ഇതാണ്, മുസ്ലിം ജിഹാദികളെ വെട്ടിക്കോളാനാണ് പറഞ്ഞത്. ഒരു പ്രശ്നമില്ല, ഹിന്ദു രക്ഷാദൾ കൂടെ ഉണ്ട് എന്നാണ് പറയട്ടുള്ളത്. സംഭവം പൊളിച്ച്. സംഭവത്തിന്റെ പശ്ചാത്തലം ഇതാണ് കേട്ടോ, വാൾ വിതരണം. ഷാലിമാർ ഗാർഡനിലെ സംഘടനയുടെ ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് പിങ്കി ചൗധരിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് വാള് വിതരണം ചെയ്തു. ഏതായാലും പിങ്കി പേര് പൊളിച്ചിട്ടുണ്ട്. പിങ്കി ആവാണ്ട് എന്നാ മതിയായിരുന്നു. മിക്കവാറും വല്ല 9 ആയിരിക്കും കേട്ടോ. ഈ സംഖ്യകളുടെ കൂട്ടത്തിൽ ഏറ്റവും തോന്നുള്ള ആ ടൈപ്പാണ്. സംഖ്യകളുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ 9 അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ശാഖയിൽ പ്രധാന അടി കുണ്ടനടി മാറിയതും അതിൽ കുറേ പാവപ്പെട്ട പിള്ളേർ ജീവൻ വരെ എന്താ പറയുക ആത്മഹത്യ വരെ ചെയ്തു നമ്മൾ കണ്ടു അല്ലേ? അതിൻ്റെ വാർത്ത നിങ്ങൾ ആരും അറിഞ്ഞിരുന്നോ? ആ ചങ്ങായിനെ ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. പോലീസ് കേസെടുത്തു, ആളെതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ട്? ഒരാഴ്ച മരണത്തിന് കാരണമായിട്ടുണ്ട്. എന്നിട്ടും ആ പറഞ്ഞ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ട്രിവാൻഡ്രത്ത് നടന്ന സംഭവത്തിൽ ഇതുവരെ ഇപ്പം ആ പറഞ്ഞ കുണ്ടനെ ഇതുവരെ പിടിച്ചിട്ടില്ല. ആ സംഖ്യ കുണ്ടനെ. അതാണ് അവസ്ഥ. അപ്പോൾ പിങ്കി ഒരു കുണ്ടനാവാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് സംഖ്യകളുടെ കൂട്ടത്തിൽ നൂറുകണക്കിൽ കുണ്ടന്മാരുള്ളത് കൊണ്ട് ഇവർക്ക് ഇവരുടെ വീട്ടിലെ പെണ്ണുങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കെട്ടിക്കൊണ്ട പെണ്ണുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, അല്ല കുട്ടികൾ ഉണ്ടാകുന്നില്ല, ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങളെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇനിയിപ്പം ഇങ്ങനെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊന്നേക്ക്, മുസ്ലിങ്ങളൊക്കെ അടുത്ത് തീർത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വാള് കൊണ്ട് കൊടുക്കുന്നത്. ഞങ്ങളെ കൊണ്ട് പരിപാടിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പരിപാടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊല്ലും. ഇതാണ് ഇതിൻ്റെ ബേസ് കേട്ടോ, വേറെ ഒന്നുമല്ല. ആ പേടി ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സകല സംഖ്യകളും ഇങ്ങനത്തെ പരിപാടി നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഹിന്ദുക്കളുടെ സ്വന്തം സുരക്ഷയ്ക്കായി ആയുധങ്ങൾ കയ്യിൽ വെക്കുമെന്നും ബംഗ്ലാദേശിലെ സാഹചര്യം ഉദാഹരണമായി കാട്ടിയിട്ട് ഓരോ കുടുംബവും സ്വയം പ്രതിരോധ സജ്ജമായിരിക്കണം എന്നും ഈ സംഘടന അവകാശപ്പെടുന്നുണ്ട്. പിന്നെ മുദ്രാവാക്യങ്ങൾ, വാളുകൾ വിതരണം ചെയ്യുന്നതിനിടയ്ക്ക് തീവ്ര മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ പോലീസിന്റെ നടപടിയാണ് മറ്റൊരു രസം. അതായത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലാക്കുന്നതോടെ യു.പി സർക്കാർ നടപടി എടുത്തിട്ടുണ്ട്. യു.പി പോലീസ് 16 ആൾക്കാരെ നേരിട്ടും കണ്ടാൽ അറിയാവുന്ന 25 മുതൽ 30 ആൾക്കാരെ അല്ലാതെയും പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. ഇതുവരെ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഖ്യ പ്രതിയായിട്ടുള്ള നമ്മുടെ കുണ്ടൻ പിങ്കി ചൗധരി ഇപ്പോഴും ഒളിവിലാണെന്നാണ് അറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ. ആയുധങ്ങളൊക്കെ കുറേ സ്ഥലത്തു നിന്നൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് വൻതോതിലുള്ള വാളുകളുടെ ശേഖരമാണ് കണ്ടെടുത്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഗുജറാത്ത് കലാപമൊക്കെ ഉണ്ടാവുന്ന സമയത്തെ 12,000 മുസ്ലിങ്ങളെ കൊന്നും പീഡിപ്പിച്ചും മറ്റേ ഗർഭം ധരിച്ച പെണ്ണിനെ വരെ പീഡിപ്പിച്ച് ഭ്രൂണം വരെ പുറത്തെടുത്ത് തിന്ന ഒരു വലിയ മഹാൻ, അതിന് നേതൃത്വം കൊടുത്ത മഹാനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ അന്ന് അവിടെ ഏതൊക്കെ രീതിയിലാണ് ഈ പറഞ്ഞ ആളുകളുടെ വീട്ടിലോട്ട് ആയുധങ്ങൾ ഇവന്മാർ എത്തിച്ചിട്ട് അവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലെ ഈ ഒരു സമൂഹത്തിനെ വെട്ടി നിരത്തി തീർത്തിട്ടുള്ളതും അതിൻ്റെയൊക്കെ ഒരു പുതിയ ആഹ്വാനം പോലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആയുധങ്ങൾ വിതരണം ചെയ്ത് അവിടെ വേറെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നത്തിന് തിരികൊളുത്തും. അതോടുകൂടി ഈ പറഞ്ഞ ആയുധങ്ങൾ വീട്ടിലുള്ള ആളുകൾ ആയുധങ്ങൾ എടുത്ത് പുറത്തിറങ്ങും. എന്നിട്ട് ജയ് ശ്രീരാമനും ജയ് ഹനുമാനും ജയ് ശിവനും ജയ് വിഷ്ണു ജയ് മായ എല്ലാം വിളിച്ചിട്ട് അവന്മാർ പുറത്തോട്ട് ചാടി ഭാരതാംബക്ക് 4 ജയ് വിളിച്ച് തെറി വിളിച്ച് അവന്മാർ ഈ പറഞ്ഞ ആളുകളെ
ഇല്ലാണ്ടാക്കും. അതായത് ഒരു ഇസ്ലാമോഫോബിയ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ചെറിയൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് ഒരു വലിയ വലിയ എന്താ പറയുക ഈ കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ആയുധങ്ങൾ വേണ്ട രീതിയിൽ ഇവർക്ക് തോന്നിയ പോലെ ആയുധങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡാണ് നമ്മൾ കണ്ടത്. നമ്മൾ വിചാരിക്കും ഇത് പോലീസ് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘി സർക്കാർ അറിയാത്തതാണ് എന്നൊക്കെ വിചാരിക്കും. വെറുതെയാണ്. കാരണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈ പ്രോക്സി സംഘടനകളുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രോക്സി സംഘടനകളാണ് ഈ പറഞ്ഞ ഹിന്ദു രക്ഷാദളും ഈ രാമസേന, ഹനുമാൻ സേന, വിഷ്ണു സേന, കൊരങ്ങസേന, വാനരസേന, ഈ തീട്ട സേനകളൊക്കെ. ഈ സേനകളെ വെച്ചിട്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ സ്റ്റാർട്ടിങ് കൊടുക്കുക. അപ്പോൾ ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് തന്നെ അത്രയും 12,000 മുസ്ലിങ്ങളെ കൊന്നു തീർക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആളുകളുടെ കയ്യിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തതും എല്ലാം ഇങ്ങനത്തെ പല പരിപാടികളിലൂടെ തന്നെയാണ്. വീടുകളിൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്ത് ഇവരെ അങ്ങനെ പിരിമുറിച്ച് അങ്ങോട്ട് വിട്ടേക്കും. പിന്നെ ഇവരായിക്കോളുമല്ലോ, കൊന്നു തീർത്ത് കൊണ്ടുവന്നോളും. അത് വെച്ചിട്ട് അതിൻ്റെ ബലത്തിൽ ഭരണം പിടിച്ചു പോണ സ്ഥലമാണ് ഗുജറാത്ത്. തുടക്കം മുതൽ നമുക്കറിയാം. ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ പറഞ്ഞ എല്ലാ കുത്തിത്തിരിപ്പും എല്ലാ ചെറ്റത്തരങ്ങൾക്കും കൂട്ടു നിന്നിട്ടുള്ള മൗന അനുവാദവും അല്ലാത്ത അനുവാദങ്ങളും കൊടുത്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അല്ലേ. ആ രാജ്യം ഭരിച്ച അയാളുടെ ഏറ്റവും വലിയ അനുയായിയായിട്ടുള്ള യുപിയിലെ ഊക്കിയായിട്ടുള്ള ഓഗിയാണ് ഇപ്പം ഈ പറഞ്ഞ യുപിയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഈ ഫ്യൂച്ചറിലോട്ട് അല്ലെങ്കിൽ ഇനി ഭരണം കിട്ടില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള പല പരിപാടികളും കാണിച്ചു വെക്കും. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണ് പൊടിയുടെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു സവർണ ബ്രാഹ്മണ ചിന്തകളുള്ള ഒരു വലിയ എംബ്രാൻ പറഞ്ഞ ഓർക്കുന്നില്ല, കഴിഞ്ഞ ദിവസങ്ങൾ ഉപ്പിയിലോട്ട് നോക്ക് എന്ന് പറഞ്ഞത്. ഏതായാലും ഉപ്പിയിലോട്ട് നോക്കിയപ്പോൾ നമ്മളിതൊക്കെ കണ്ടത്. ഇനി അമ്പ്രാൻ്റെ വീട്ടിൽ നിന്ന് അമ്പ്രാൻ്റെ മക്കളും കൂടെ വാളെടുത്ത് അങ്ങ് എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷനൊക്കെ തുടങ്ങി. അങ്ങനെ 4 വോട്ട് എളുപ്പം കിട്ടിയാലോ. നമ്മുടെ നാട്ടിൽ തിട്ടസംഖ്യകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവന്മാർ. അപ്പം അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നല്ലതായിരിക്കും. തൃശ്ശൂർ ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. കണ്ടല്ലോ നമ്മുടെ ഊപ്പിയിലോട്ട് നോക്കാൻ പറഞ്ഞ അമ്പ്രാൻ്റെ ഊപ്പിയുടെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനെ ഓരോ പരിപാടികൾ കാണിച്ച് ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ തന്നെ അവസ്ഥ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം മാറി നിന്ന് ചിരിക്കുന്ന അവസ്ഥയിലോട്ട് നമ്മുടെ ഇമ്രാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ താടിജി ചക്കക്കുരു എത്തിച്ചു തന്നിട്ടുണ്ട്. ചക്കക്കുരുവിന് ഇപ്പോഴും അറിയില്ല ചക്കച്ചുളൻ്റെ അല്ലെങ്കിൽ ചക്കക്കുരുവിൻ്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടൊക്കെ ആണോ, അതല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും കണ്ണടച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആരെ പറ്റിക്കാനാണെന്നുള്ളത് തമ്പുരാനറിയാം. അപ്പം ഉപ്പിയുടെ അവസ്ഥ നമ്മളിപ്പോൾ കണ്ടത്. ഇതൊക്കെ കണ്ടിട്ടേ നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് ആളുകൾ ചിന്തിക്കുക. ഇവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവന്മാർ ഏത് രീതിയിലോട്ടാണ് രാജ്യങ്ങളെയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെയും രാജ്യത്തെ ജനങ്ങളെയും മനസ്സിലോട്ട് കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും ചെറ്റത്തരങ്ങളും ഉള്ളിൽ വർഗീയത നിറച്ച് ഇവന്മാർ കാണിക്കുന്ന ഇമ്മാതിരി കോലാഹലങ്ങളും കാട്ടിക്കൂട്ടലുകളും ഉണ്ടല്ലോ. കണ്ടറിഞ്ഞൊക്കെ ഇവന്മാരെ മാറ്റി നിർത്തിക്കൊള്ളുക. ഒരൊറ്റ ചാങ്ക്യവാണങ്ങളെയും അടുപ്പിക്കരുത്. അടുപ്പിച്ച് കഴിഞ്ഞാലല്ലോ അവൻ കുളം തോണ്ടും, കുടുംബവും കുളം തോണ്ടും, നാടും കുളം തോണ്ടും. ഇന്ത്യ കുളം തോണ്ടി ഇപ്പോൾ പകുതിയായിട്ടുണ്ട്. അടുത്ത് തന്നെ വെള്ളം വറ്റി മീനും പിടിച്ച് ഇവന്മാരുടെ പാട്ടിൽ പോവുകയും ചെയ്യും. അവസാനം ചെളി വാരി തിന്നേണ്ട അവസ്ഥ ഇന്ത്യക്കാർക്ക് അധികം വൈകാതെ ഉണ്ടാവും.